എറണാകുളം കോതമംഗലം കൊട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി കാടുകയറ്റി. വടക്കും ഭാഗത്ത് വിച്ചാട് വർഗീസിന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. കാട്ടാന ശല്യം തടയാൻ നടപടി സ്വീകരിക്കാത്ത വനംവകുപ്പിനെതിരെ ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ പ്രതിഷേധവും ഉണ്ടായി. അസുഖബാധിതരായ വർഗീസിന്റെയും മേരിയുടെയും വീട്ടിലെ കിണറ്റിൽ കാട്ടാന വീണതോടെ കുടുംബത്തിന്റെ കുടിവെള്ളം മുട്ടി. ഇന്നലെ രാത്രി കിണറ്റിൽ വീണ ആനയെ വെള്ളമെടുക്കാനെത്തിയവരാണ് ആദ്യം കണ്ടത്. ഇത് സ്ഥിരം ഇവിടെ ആനപ്രശ്നം ഭയങ്കര രൂക്ഷമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്, ഇതുവരെ റിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ എന്തായാലും അംഗീകരിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ച പോലെ ഇത്തവണ പറ്റിക്കാമെന്നോ 144 പ്രഖ്യാപിച്ച് പേടിപ്പിക്കാമെന്നോ ആരും വിചാരിക്കേണ്ട. ആനശല്യത്തിന് അറുതി വരുത്തണമെന്നും കൃത്യമായ ഫെൻസിംഗ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ കോട്ടപ്പടി പഞ്ചായത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതിനു മുൻപ് ഈ പ്രദേശത്ത് 2 തവണ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. DFOയുടെ നേതൃത്വത്തിൽ വീട്ടുകാരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. കിണർ ഒന്ന് സൈഡിൽ ബ്രേക്ക് ചെയ്തിട്ട് ആനയെ പുറത്ത് കൊണ്ടുവരാനുള്ള നടപടികൾ ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അത് നമ്മൾ ഒരു 1 ലക്ഷം രൂപ നമ്മൾ അനുമാനിക്കുന്നുണ്ട്. അത് ഇമീഡിയറ്റ് ആയിട്ട് ചെക്കായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വന്ന് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. കിണർ പുനർനിർമ്മിക്കുന്നതിന് 1 ലക്ഷം രൂപ നൽകാമെന്നും ഫെൻസിംഗ് പണിയുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്നും DFO ഉറപ്പ് നൽകിയതോടെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. കിണറിടിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള വനം വകുപ്പിന്റെ നീക്കം സ്ഥലം MLA ആന്റണി ജോൺ തടഞ്ഞു. അതൊന്നും പറയാനില്ല, അത് പറയട്ടെ, ഒന്നുമല്ല. ഇത് ചേട്ടൻ ആരും ഹൈകരിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഈ വർക്കിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഉത്തരം കിട്ടാതെ ആനയോടൊന്നും കയറ്റിക്കൊണ്ട് പോകില്ല. സബ് കളക്ടർ സ്ഥലത്തെത്തി DFOയും MLAയുമായി ചർച്ച നടത്തിയ ശേഷമാണ് രക്ഷാദൌത്യം പുനരാരംഭിച്ചത്. 8 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ കാട്ടാനിയെ ഇവിടെ നിന്നും തുരുത്തിയിട്ടുള്ളത്. എന്നാലും ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. അതായത് കേവലം കാട്ടാനയെ തുരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇവരുടെ ആവശ്യം. ഇവർക്ക് സുരക്ഷിതമായി ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതിനിപ്പോഴും ഒരു ശാശ്വത പരിഹാരം ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്ന വിവരങ്ങൾ. ആ വിവരങ്ങൾ അനുസരിച്ച് ഇനിയെങ്കിലും ഇവർക്ക് ജീവിക്കണമെങ്കിൽ കൃത്യമായ ഇടപാട് ഉണ്ടാവണം, കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം. അധികൃതർ കൃത്യമായി തന്നെ കണ്ടു തുറക്കണം എന്നുള്ളതാണ് ആവശ്യം. ശ്രേയസ് നമ്പിക്കലിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.